ഇതുപോലെ 2009 ഒരു ഫെബ്രുവരി കാലത്താണ് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് സക്കരിയ എന്നൊരു യുവാവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ബംഗളൂരു സ്ഫോടന കേസിലെ 8ാം പ്രതി എന്ന കുറ്റമാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. സക്കരിയ വിചാരണ തടവുകാരനായിട്ട് ജയിലിലായിട്ട് ഇന്നിപ്പോൾ 16 വർഷം തികയുകയാണ്. നിഷാദെ, 16 വർഷം ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലയളവ് യുവാവിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 35 അല്ലെങ്കിൽ ആ പ്രായമുള്ളൊരു യുവാവിൻ്റെ ഒരു നല്ല കാലയളവ് തടവറക്കുള്ളിലാണ്. നമുക്ക് മുമ്പിൽ അയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ, അതിനെതിരെ പുറത്തു വന്ന തെളിവുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു നീതി നിഷേധത്തെ നോക്കിക്കാണുന്നത്? അത് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിൻ്റെയും ഇന്ത്യയിലെ ജയിൽ സംവിധാനത്തിൻ്റെയും ഒക്കെ വലിയ ദുരന്തവശങ്ങളിലൊന്നായിട്ട് ലോകം കാണുന്ന ഒന്നാണത്. സക്കരിയ 16 വർഷം പൂർത്തിയാക്കുകയാണ്. ഇപ്പോഴും അയാൾക്കറിയില്ല താൻ ചെയ്ത കുറ്റം എന്താണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ദാവൂസായി പറഞ്ഞു, നേരിട്ട് പോയി സക്കരിയയെ കണ്ടിരുന്നു. അപ്പോൾ സക്കരിയ ഇപ്പോഴും ആ ജയിൽ തടവുകാരനായി ഒരു ഘട്ടത്തിലെത്തുന്ന കാലം വരെയും പുള്ളി, അതായത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്നെ ഇപ്പോൾ വിട്ടയക്കും, പെട്ടെന്ന് വിടാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. പെട്ടെന്ന് വിടും എന്ന കോൺഫിഡൻസും വിശ്വാസവും നമ്മുടെ നീതിന്യായ സംവിധാനത്തോടും പോലീസിനോടുള്ള വിശ്വാസം അയാൾ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ്. ബട്ട് ഇപ്പോഴും സ്റ്റിൽ അയാൾക്കറിയില്ല. ആകെ രണ്ട് തവണയാണ് പരോൾ കിട്ടിയത് 16 വർഷത്തിനിടയ്ക്ക് എന്നോർക്കണം. ആ പരോളെല്ലാം ജാമ്യം വിചാരണ തടവുകാരാണ്. അപ്പോൾ 2-3 ദിവസത്തെ ചെറിയ ജാമ്യം മാത്രമാണ് കിട്ടിയത്. ഒരു മരണം കാണാൻ, പിന്നെ വിവാഹത്തിൽ പങ്കെടുക്കാനോ അങ്ങനെ മാത്രം. സഹോദരൻ്റെ വിവാഹം, ആ സഹോദരൻ മരിച്ചപ്പോഴും. യെസ്. അപ്പോൾ ഇത് സക്കരിയയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിനകത്തുള്ള പ്രശ്നങ്ങളെയാണ് സീരിയസ് ആയി കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ 16 വർഷം ഒരാൾ ഇത്തരത്തിൽ തെളിവുകളില്ലാതെ, ശിക്ഷിക്കപ്പെടാതെ, ഒരു ശരിയാമണ്ണുള്ള കുറ്റങ്ങൾ എന്താണെന്ന് ബോധിപ്പിക്കപ്പെടാതെ ജയിലിൽ കിടക്കാൻ കഴിയുന്ന ലൂസായ സിസ്റ്റം, അല്ലെങ്കിൽ അങ്ങേയറ്റം ക്രൂര സ്വഭാവമുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകൾ വിചാരണ തടവുകാരായി ജയിലിൽ കിടക്കുന്നുണ്ട്. മൊത്തം ജയിലിൽ കിടക്കുന്നതിൻ്റെ 75% ആളുകൾ, 75 or 76 ആളുകൾ, 76% ആളുകൾ ഇന്ത്യയിൽ വിചാരണ തടവുകാരായിട്ടാണ് കിടക്കുന്നതെന്ന് നമ്മൾ കാണണം. ആ കിടക്കുന്നവരിൽ ബഹുഭൂരിഷപ്പം E.T. മുഹമ്മദ് ബഷീർ പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. 76% ആളുകൾ വിചാരണ തടവുകാരായി കിടക്കുന്ന ഈ രാജ്യത്ത് അതിൽ ദലിതുകളും OBC-ക്കാരുമാണ് ഏറ്റവും കൂടുതൽ. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്താണെന്ന് ശരിയാമണ്ണം അവരെ ബോധിപ്പിച്ചിട്ട് പോലുമില്ല. എന്ന് മാത്രമല്ല, അവർക്ക് അറിയില്ല, നിയമത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയില്ല, ജാമ്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയില്ല, അവർക്ക് പ്രോപ്പർ അഭിഭാഷകരില്ല, അവർക്ക് പണമില്ല. അപ്പോൾ അവർ നീതി എന്നത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മനുഷ്യരെ ഭരണകൂടം പിടിച്ച് ജയിലിലിടുകയും അവരുടെ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോവുകയാണ്. ഇപ്പോൾ IPC-യിൽ തന്നെ പറയുന്നു, ഇപ്പോൾ ഒരാൾക്കൊരു കുറ്റം ചെയ്തു, സികേഷ് ഒരു കുറ്റം ചെയ്തു, സികേഷ് ചെയ്ത കുറ്റത്തിന് പരമാവധി എത്ര ശിക്ഷ തരാൻ പറ്റും, ആ ശിക്ഷയുടെ ബാധികാലം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായി ജാമ്യം കൊടുത്തിരിക്കണം എന്ന വ്യവസ്ഥയും ചട്ടമുള്ള ഈ രാജ്യത്താണ് 16 വർഷം ഒരാൾ ഒരു കേസിൽ ജയിലിൽ കിടക്കുന്നത്. ഇതിനു മുമ്പ് അബ്ദുൽ നാസർ മഹദിയുടെ കേസ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു നമ്മൾ കാണേണ്ട കാര്യം, സുപ്രീം കോടതിയിൽ പോലും ഈ കാര്യത്തിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വിചാരണ തടവുകാരുടെ കാര്യത്തിൽ കാണിക്കേണ്ട നിലപാടെന്താണ്, ജാമ്യത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ട നിലപാടെന്താണ്, വിചാരണ വേഗത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് തന്നെ പല കേസുകളിലും കോടതി വിചാരണ വേഗത്തിലാണ്. അബ്ദുൽ നാസർ മഹദിയുടെ കേസിലടക്കം എന്തുമാത്രം തവണ വിചാരണ വേഗത്തിലാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കി ജാമ്യ ഉത്തരവിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നടക്കുന്നില്ല. എന്ന് വെച്ചാൽ അതങ്ങനെ നടക്കുന്നില്ലെങ്കിലും വേറൊരു മോണിറ്ററിംഗ് സംവിധാനമോ പ്രോപ്പർ ഉള്ള ഇടപെടലോ ഒന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കിടക്കുന്ന 4 ലക്ഷം പേരിൽ എത്ര പേർ, ബഹുഭൂരിപക്ഷം മനുഷ്യരും നിരപരാധിയാവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. പക്ഷേ അവർക്ക് നീതിയുടെ വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനമില്ല. എപ്പോഴും ഭരണകൂടത്തിന് പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതികളാക്കേണ്ടതെല്ലാം ഈ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യന്മാരെയാണ്. അവരെ ആകുമ്പോൾ ഈസി ആയിട്ട് കുരുക്കാനും ദിവസങ്ങളോളമോ വർഷങ്ങളോളമോ ഒരായുസ് മുഴുവൻ ജയിലിടാൻ കഴിയും. അവർക്ക് വേണ്ടി ചോദിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. മക്ക മസ്ജിദിലെയും മലേഗാവിലെയും അനുഭവം നമുക്കറിയാം. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടി പിടിച്ച് വർഷങ്ങൾ ജയിലിലിട്ടു. അതിനുശേഷം വിവരങ്ങളെല്ലാം പുറത്തു വന്ന ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? പുറത്തു വന്ന ഘട്ടത്തിൽ ഇവർക്കെല്ലാം അതിവേഗത്തിൽ പുറത്തു വരാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായി പിടിക്കപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തോ? ഇവർക്കെല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിർദ്ദേശം പോലും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് നമ്മൾ കാണണം. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഞെട്ടലുണ്ടായിട്ടുണ്ടോ? മക്ക മസ്ജിദ് കേസിൽ മലേഗാവിൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരെല്ലാവരും തെറ്റായി പിടിക്കപ്പെട്ടവരാണ്, ഹിന്ദുത്വ ഭീകര സംഘടനയാണ് അത് ചെയ്തത്. അതിനാരും ഞെട്ടിയില്ല. അത് ആർക്കും ഒരു പുതുമയും തോന്നുന്ന അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമായിരുന്നില്ല. അതിനുശേഷവും നിരന്തരമായി മുസ്ലിം ചെറുപ്പക്കാർ സംശയിക്കപ്പെടുകയും പിടിക്കപ്പെടുകയും ഈ കേരളത്തിലടക്കം ചെയ്യുന്നുണ്ട്. നമുക്കൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സക്കരിയയുടെ കേസ് നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്ന് പറയുന്നത് കേവലമായ ഒരു സക്കരിയയുടെ കാര്യം മാത്രമല്ല, മറിച്ച് നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന് ആളുകൾ ജയിലുകളിൽ തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ ഇന്ത്യൻ ജയിലുകളിലുണ്ട്. ഇന്ത്യൻ ജയിലുകളുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര പഠനങ്ങൾ പോലും കാണാം. അതുകൊണ്ട് ഉറക്കെ സംസാരിക്കുക നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
മറന്നുപോയിട്ടില്ല എന്നും ഓർത്തിരിക്കുന്നുണ്ടെന്നും അനീതിയുടെ 16 വർഷങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് ഓർത്തിരിക്കുന്ന ഒരു പൗരസമൂഹമുണ്ട് എന്ന് പറയലാണ് നമ്മുടെ ബാധ്യത. അജിംസെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ തന്നെ ഷർജൽ ഇമാമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ സക്കരിയ നിലവിൽ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ തന്നെ, അല്ലെങ്കിൽ അതിലെ കുറേ ജഡ്ജിമാർക്കെതിരെ തന്നെയൊക്കെയുള്ള സംഘപരിവാർ ബന്ധമുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ നമ്മുടെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്ന യുവാക്കളിൽ അവരെ മുസ്ലിം ടാഗ് കൂടിയിട്ട് അവർക്ക് പ്രശ്നമാകുന്നുണ്ടോ സമകാലിക ഇന്ത്യയിൽ? നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തൊരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. ഈ ഡീപ്പ് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന ചില അപൂർവ സന്ദർഭങ്ങളിലൊന്നാണ് സക്കരിയയുടെയും അബ്ദുൽ നാസർ മഹദിയുടെയും കേസുകൾ. അബ്ദുൽ നാസർ മഹദിനുകൂടി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസിലാണ് സക്കരിയ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അബ്ദുൽ നാസർ മഹദിനിക്ക് ഈ യുവാവിനെ പറ്റി അറിയേയില്ല. ഇപ്പോൾ സക്കരിയ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ അന്ന് വന്നിട്ടുണ്ട്. ഈ 2008-2009 കാലഘട്ടത്തിലുള്ളൊരു പ്രത്യേകത, ആർക്കെങ്കിലും എതിരെ ഒരു ടെററിസ്റ്റ് കേസിൻ്റെ ലിങ്കുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവരെ ആരും പിന്തുണയ്ക്കില്ല. ഉദാഹരണത്തിന് എനിക്ക് ടെറർ ലിങ്ക് ഉണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിച്ചാൽ ഏതെങ്കിലും പത്രം വാർത്ത എഴുതി അല്ലെങ്കിൽ ഒരു ചാനലിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ആരും രംഗത്ത് വരില്ല. ഈവൻ സ്വന്തം അമ്മമാർ പോലും അങ്ങനെയുള്ള ആളുകൾ തള്ളിപ്പറയും. നമുക്കറിയാം, കശ്മീരിൽ വെടികൊണ്ട് മരിച്ച ഒരു യുവാവിനെ സ്വന്തം അമ്മ തള്ളി പറഞ്ഞൊരു കഥ നമുക്കറിയാം. സക്കരിയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. സക്കരിയ ഒരു 19 വയസ്സ് മാത്രമുള്ള, അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ 19 വയസ്സ് മാത്രമുള്ള ഒരു ടീനേജറാണ്. ഒരു ഡിഗ്രി ചേർന്നതിന് ശേഷം അത് ഇടയ്ക്ക് വെച്ച് നിർത്തി മൊബൈൽ ഫോൺ റിപ്പയറിങ് പഠിച്ച് കാരണം ജോലിയില്ല. അപ്പോൾ മൊബൈൽ ഫോൺ കടയിൽ നിൽക്കുന്ന ഒരാളെ കർണാടക പോലീസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അതിലും കുറേ നിയമലംഘനങ്ങളുണ്ട്. അന്ന് ലോക്കൽ പോലീസിനെ അറിയിച്ചിട്ടില്ല, വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. ഇയാൾ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ 2 പേരെ കൊണ്ട് സാക്ഷികളായിട്ട് ഒപ്പിടിച്ച് വാങ്ങിയിരുന്നു, മൊഴി ഒപ്പിടിച്ച് വാങ്ങി. മൊഴി കന്നഡയിലായിരുന്നു. അതിലൊരു ഹരിദാസ് എന്ന് പറയുന്ന ഒരാളും മറ്റൊരു ചെറുപ്പക്കാരനും. ഈ ഹരിദാസ് ചോദിച്ച പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു, കാരണം അയാൾക്ക് വായിക്കാൻ അറിയില്ല. ഈ ഹരിദാസ് തന്നെ മീഡിയ ആവുന്നുണ്ട് 2013 പറയുന്നത്, ഞാൻ ഈ സക്കരിയെ കണ്ടിട്ട് പോലും എനിക്ക് അറിയുക പോലുമില്ല. ഈ ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിൽ ഉപയോഗിച്ച ടൈമർ സക്കരിയ ഉണ്ടാക്കിയതായി എനിക്കറിയാമെന്നാണ് ഹരിദാസിനെ കൊണ്ട് കന്നഡയിൽ എഴുതി ഒപ്പിടിച്ചത്. സക്കരിയെ കണ്ടിട്ട് പോലില്ല, അയാൾ അറിയുക പോലില്ലാത്ത ഒരാളെ കൊണ്ട് സാക്ഷിയാക്കി ഒപ്പിടിച്ചു. അയാൾ തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. മറ്റൊരു യുവാവും ഇത് സമാനമാണ്. സക്കരിയ അറിയാം, പക്ഷേ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അയാൾ വായിച്ചിട്ട് പോയില്ല, കന്നഡയിലാണ്. ഇത്രയും വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. 2 പ്രധാനപ്പെട്ട സാക്ഷികൾ, സക്കരിയക്കെതിരെ മൊഴി കൊടുത്ത 2 പ്രധാനപ്പെട്ട സാക്ഷികൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ കോടതിക്ക് ഇതൊന്നും വാല്യൂ വയ്ക്കണമെന്ന് തോന്നുന്നില്ല. കോടതി ഇത് അംഗീകരിക്കുന്നില്ല. കോടതി പോലീസ് പറയുന്ന വേഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സക്കരിയയുടെ വിഷയം അന്ന് തന്നെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ സക്കരിയയുടെ വിഷയം പുറത്തേക്ക് വരുന്നത്, അതായത് ഫ്രീ സക്കരിയ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് തുടങ്ങുകയാണ് 2010-11 കാലത്താണ്. അത് പുറത്തേക്ക് വരുന്നത് തന്നെ അബ്ദുൽ നാസർ മഹദിനെതിരായിട്ടുള്ള കേസുകളെക്കുറിച്ച് KP ശശി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാണ്, ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി KP ശശി മഹദിനായിട്ട് സംസാരിക്കുമ്പോൾ മഹദിനെയാണ് ഈ സക്കരിയയെ പറ്റി KP ശശിയോട് പറയുന്നത്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്. നിഷാദ് പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് സക്കരിയ എന്ന് പറയുന്ന 19 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. മഹദിനി ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള കേസുകൾ അന്വേഷിക്കാൻ, അതിൽ ഡോക്യുമെൻ്ററി ചെയ്യാൻ ആളുകളുണ്ട്. അതേസമയം സക്കരിയെ പോലെ 10,000-കണക്കിന് യുവാക്കൾ ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്നുണ്ട്, അവരെ പറ്റി ആരും അറിയുന്നില്ല. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരികയും അങ്ങനെ ഒരു ഫ്രീ സക്കരിയ മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ്. പക്ഷേ എന്തിനാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് സക്കരിയയ്ക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. തനിക്കെതിരായ കുറ്റം എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് അകത്തിടാവുന്ന ഒരു നിയമമാണ് UAPA എന്ന് പറയുന്നത്. ആരെയും പിടിച്ചകത്തിടാവുന്ന, എത്ര കാലം വേണമെങ്കിലും ജയിലിൽ പാർപ്പിക്കാവുന്ന. ഈ UAPAയുടെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്ത് സക്കരിയയുടെ ഉമ്മ സുപ്രീം കോടതി വരെ പോയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ സുപ്രീം കോടതിക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഈ ബാംഗ്ലൂർ സ്ഫോടന കേസ് നടക്കുന്ന സമയത്ത് BJP ആണ് അവിടെ ഭരിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ വിചാരണ തടവുകാരുടെ കാര്യത്തിൽ ഈ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഗവൺമെൻറ്റുകൾക്കൊരു നിലപാടുണ്ടാവുമല്ലോ. ഇപ്പോൾ മഹദിനയുടെ ജാമ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സക്കരിയയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഗവൺമെൻറ്റുകൾക്കൊരു നിലപാടുണ്ടാവണ്ടേ? അതെന്തുകൊണ്ടാണ് മാറാത്തത്? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം വരുന്നത്. ഇപ്പോൾ മലയാളിയായ ഒരു KS ജോർജാണ് അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് മഹദിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ കോൺഗ്രസ്സാണ് അവിടെ ഭരിക്കുന്നത്. അവർക്കിത് ഈ കേസുകളെ കുറിച്ച് റിവ്യൂ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ BJP സർക്കാരിൻ്റെ, അതിന് തൊട്ട് മുമ്പ് BJP ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. BJP സർക്കാരിൻ്റെ കാലത്താണ് അവിടെ ബാംഗ്ലൂരുവിലെ രാമേശ്വരം കഫേയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. അതിലാരും മരിച്ചിട്ടൊന്നുമില്ല. ബട്ട് ആ സ്ഫോടനത്തിൽ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതിൽ അറസ്റ്റിലായ ആളുകൾ എവിടുത്തുകാരാണ്? അവരെവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്? അവരാരാണ്?
ഇതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കുന്ന പോലുമില്ല. പോലീസിൻ്റെ വർഷം എന്താണ്? 2002 കർണാടകയിൽ നിന്ന് മിസ്സിംഗ് ആയ 2 പേരെയാണ്. 2002 മിസ്സിംഗ് ആയ 2 പേരെ കർണാടക പോലീസ് കൊൽക്കത്തയിൽ നിന്ന് അറസ്റ്റ് ചെയ്യാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തിൻ്റെ പേരിൽ. ഇങ്ങനൊരു കഥയൊക്കെ മാധ്യമങ്ങളിൽ വന്നത് വിശ്വസിക്കും മനുഷ്യന്മാർ, അത് വിശ്വസിക്കുകയാണ്. 2002 മിസ്സിംഗ് ആയ 2 പേരാണ്. അപ്പോൾ ഈ ഒരു ദുരൂഹത എന്തുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ പോലീസ്, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ സൈന്യം, ഇതിലൊരു ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏത് ഭരണകൂടം, ഏത് സർക്കാർ മാറി മാറി വന്നാലും ഈ ഡീപ്പ് സ്റ്റേറ്റാണ് നമ്മളെ ഭരിക്കുന്നത്. അവർ പറയുന്നതാണ് കോടതികളുടെ മുമ്പിൽ സത്യം. അവർ വിചാരിക്കുന്നവരെ എത്ര കാലം വേണമെങ്കിലും ഒരു കേസും ഒരു കുറ്റവും ചെയ്യാതെ ജയിലറകളിൽ അടയ്ക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. പക്ഷേ സക്കരിയ എതിരെ ഒരു ബലിയാടായിരിക്കാം, മറ്റാർക്കെതിരെയോ ഉള്ളൊരു ബലിയാടായിരിക്കാം. സക്കരിയോട് തന്നെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. സക്കരിയോട് തന്നെ ഈ കർണാടക പോലീസ് പറഞ്ഞതായിട്ട് പിന്നീട് ജയിലിൽ ചെന്നപ്പോൾ, ജയിലിൽ സക്കരിയെ സന്ദർശിച്ചപ്പോൾ സക്കരിയ പറഞ്ഞിട്ടുണ്ട്, നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, നീ മഹദിനിക്കെതിരെ മൊഴി കൊടുത്താൽ മതി, മഹദിനി ബാംഗ്ലൂർ കേസിൽ. അപ്പോൾ സക്കരിയ എവിടെയാണ് ട്രാപ്പാവുന്നത്? മഹദിനിക്ക് വേണ്ടി ട്രാപ്പാവുകയാണ്. ഒരുപക്ഷെ സക്കരിയെ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ അതേ കാരണത്താൽ മഹദിനിക്ക് ജാമ്യം കിട്ടിയേക്കും, അല്ലെങ്കിൽ മഹദിനിയെ കേസിൽ നിന്ന് അക്യൂറ്റ് ചെയ്തേക്കാം സക്കരിയുടെ. പക്ഷേ സക്കരിയ തയ്യാറാവാത്തതുകൊണ്ടാണ് സക്കരിയ അതിൽ കുടുങ്ങി പോകുന്നത്. ഒരു മനുഷ്യനൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു തെറ്റും ചെയ്യാതെ. അപ്പോൾ ഇതുപോലുള്ള 10,000 മനുഷ്യർ ഇന്ന് ഇന്ത്യൻ ജയിലിലുണ്ട്. അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ, എന്തായാലും സക്കരിയയുടെയും സക്കരിയയ്ക്ക് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തുന്ന കുടുംബത്തിനും ആക്ഷൻ കൗൺസിലിനൊക്കെ അനുകൂലമായ ഒരു വിധി വരും കാലത്തെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.